ഏതൊരാൾക്കും 100% വിശ്വാസത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രമാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. എന്തെങ്കിലും ചെറിയ ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങളോട് പറഞ്ഞിട്ടേ വണ്ടികൾ തരുള്ളൂ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടികൾ ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ നല്ല ഫാൻസി നമ്പറുള്ള ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഒരുപാട് വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. മൈലേജ് കൂടുതൽ കിട്ടുന്ന ഓണ്ടന്റെ വണ്ടികളുണ്ട്, WRV, അതേപോലെ തന്നെ അമേസ്. പിന്നെ ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് കാർ 4 പീസ് ഉണ്ട് ഇവിടെ, അതും റെഡ് കളർ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ. വാഗനർ 4 പീസ് ഉണ്ട്. അതുകൂടാതെ ഇറ്റിയോസ് ലിവ, പിന്നെ ബലോനോ ഉണ്ട്, അതിന്റെ വെന്യൂ, ഒരുപാട് വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്, മോഡൽ കൂടിയ വണ്ടികളാണ്. മോഡൽ കുറഞ്ഞ വണ്ടികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് മോഡൽ കൂടിയ വണ്ടികളാണ്. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല വെടിച്ചില് കാറുകളുടെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് വെട്ടിച്ചിറയിലെ കാർലെക്സ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, യാസിറാണ്. യാസിർ ഭായ്, എന്തൊക്കെ സുഖല്ലേ? മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇവിടെ? ഇവിടെ ഒരു 10-32 വണ്ടി ഒക്കെ ഹൈ ക്വാളിറ്റി വണ്ടികളാണ് അല്ലെ? ഹൈ ക്വാളിറ്റി വണ്ടി, ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ഫാൻസി നമ്പറുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. വാഗനർ ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്, മൈക്കർ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, മാഗ്നറ്റ് ഉണ്ട്. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ എത്ര വണ്ടി ഉണ്ട്? ഒരു 4-5 വണ്ടി ഫുൾ ലോണിൽ, മാക്സിമം ലോണിൽ കൊടുക്കാം. മാക്സിമം 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ നിലവിലുണ്ട് നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഉണ്ട്. ഡീസലും ഉണ്ട്, പെട്രോളും. അതെ അതെ. അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പിന്നെ റിനോൾട്ടിന്റെ കിഡ് കാണിച്ചു കൊടുക്കാം. അതെ, കിഡ് എന്ന് പറയുമ്പോ സെക്കൻഡ് ഓണർ വണ്ടിയാണ്, 2019 മോഡല്. 4 ടയർ പുതിയതുണ്ട്. ഓക്കെ, ഇൻഷുറൻസും ഉണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 800 cc ആണ് വരുന്നത്. 800 cc വരുന്നുണ്ട് അല്ലേ? 2019 മോഡൽ. 2019. എത്ര കൊടുക്കുക? ഇത് 285 കൊടുക്കാം. 285 കൊടുക്കാം. ഓക്കെ, ഇത് മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊരു 10-25 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, ലോൺ ഇറക്കാൻ പറ്റും. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അടുത്ത നമുക്ക് ഒരു വാഗനറിൽ പോവാം. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് ഓട്ടോമാറ്റിക് വാഗനർ ആണ്. എത്രയാണ് ഇത് മോഡൽ? 2018 മോഡൽ. 18 മോഡലാണ്. ഓപ്ഷൻ തന്നെ VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ആണ്. വണ്ടി എന്ത് പാട്, എങ്ങനെയുണ്ട്? നല്ല വണ്ടിയാ. നല്ല വണ്ടിയല്ല? ഇത് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എത്ര റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 60 കിലോമീറ്റർ ആണ് ഓട്ടോ. 60 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഒരു അപാധകൾ ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് നമുക്ക് 445 കൊടുക്കാം. 445 കൊടുക്കാം എന്ന് കുറയോ? എന്തായാലും കുറച്ച് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും വില കമ്മിയാക്കി തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. അടുത്ത നമുക്ക് വീണ്ടും ഒരു വാഗനർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2016 മാനുവൽ. 2014 മാനുവൽ വണ്ടി. 16 VXI LXI? VXI. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 അടുത്ത് ഓടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് പിന്നെ വാഗണറിൽ ഒരു ലിമിറ്റഡ് ആണ്. സീറ്റ് കവറും ലിമിറ്റഡ് എഡിഷൻ ആണ് വരുന്നത്. ബോഡി സ്റ്റിക്കർ എല്ലാം. അതെ. ടയറിൽ അത്യാവശ്യം നല്ല കട്ടകൾ ടയർ ഉണ്ട്. ഉള്ളിൽ ഇത് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നല്ല വണ്ടി അല്ലേ? നമുക്ക് ഫൈനല് 360 ആണ്. 3.5 കൊടുക്കാം. അതിലെന്തും കുറയോ? എന്തായാലും നിങ്ങളെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഇവിടെ ചോദിക്കുന്ന വില അല്ല കേട്ടോ. ഇവിടെ വന്നിരുന്ന സംസാരം, നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ വില കുറച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നുമില്ല. അടുത്ത വീണ്ടും ഒരു വാഗനർ തന്നെ നോക്കാം. അത് എത്രയാണ് മോഡൽ തന്നെ? ഇതൊരു പാർട്ടി വണ്ടിയാണ്. 2013 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, ഇത് ഫുൾ ഓണിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ കഴിയും. അത് എന്താണ് തട്ടിക്കുന്ന? ബോണറ്റ് റീപ്ലേസ് ഉണ്ടല്ലോ. അത് നിങ്ങളുടെ വണ്ടിയല്ല, പാർട്ടി മേജർ ഒന്നുമില്ല. ഒരു 260 നമുക്ക് വണ്ടി കൊടുക്കാൻ കഴിയും. അത് ഫുള്ള് ലോൺ ആക്കി കൊടുക്കാം, പുതിയ ഇൻഷുറൻസ് കൊടുത്തു. ഓക്കെ, 260 കൊടുക്കാം. 2013 വണ്ടി. ഓക്കെ, അത് ഓപ്ഷൻ തന്നെ LXI VXI ആണല്ലേ? ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ വെന്യൂ പരിചയപ്പെടാം. ഇത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2019 മോഡൽ, ബേസ് മോഡൽ, പെട്രോൾ വണ്ടി അല്ല? എത്ര ഓട്ടോ ഉണ്ട്? ഇത് 30 ഓടിക്കുന്നു. കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30 ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് 660 കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞാൽ? 2019 മോഡൽ. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. ഓക്കെ, സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, അതിന്റെ മുമ്പുള്ളത് അല്ലെ? 2000 എത്രയാണ് മോഡൽ? 2023 4 സിലിണ്ടർ എഞ്ചിന്. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? VXI അല്ലേ? പെട്രോൾ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 24,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസുകളുള്ള വണ്ടി. പിന്നെ എക്സ്ട്രാ കുറെ ഫിറ്റിംഗ് കയറിയിട്ടുണ്ടല്ലോ, സ്കേർട്ടിങ്, അതുപോലെ തന്നെ സ്പോയിലർ കാര്യങ്ങളൊക്കെ. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അവര് ഷോറൂം കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. എത്ര ചോദ്യം? നമുക്ക് 7 ആണ് ചോദിക്കേണ്ടത്. ആസ്കിംഗ് പ്രൈസ് ആണ് 7. മാക്സിമം ചെയ്യാം. മാക്സിമം വില കുറച്ച് തരും കേട്ടോ. ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊരു 1,00,000 ഉള്ളിലുണ്ടെങ്കിൽ തന്നെ വണ്ടി ഇറക്കാൻ പറ്റുമല്ലേ? വോക്സ്വാഗന്റെ പോളോ, ഇത് മോഡൽ എങ്ങനെയാണ്? 2016-17 രജിസ്ട്രേഷൻ വണ്ടി. പെട്രോൾ വണ്ടി അല്ല? പെട്രോൾ വണ്ടി. 1.1
1.2 ആണ് ലിറ്റർ വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓട്ടം? 60,000 കിലോമീറ്റർ. 60. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ. ഓക്കെ, വണ്ടി വേറെ തട്ടുമുട്ടൊന്നുമില്ല. ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി ഉള്ളു പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട്, കട്ടുള്ള ടയർ ഉണ്ട്, നല്ല പുതിയ ചെയ്തിരിക്കുന്നു. അതെ. ഓക്കെ, ഇതിന് എത്ര നിങ്ങൾ ആസ്ക്? 5.5 ലക്ഷം. 5.5 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഏകദേശം ഒരു 90-95% ലോണും നമുക്ക് കൊടുക്കാം. ഫുള്ള് കൊടുക്കാൻ പറ്റും. മാക്സിമം നോക്കാം. മാക്സിമം ഫുള്ള് ചെയ്യാൻ പറ്റും കേട്ടോ ആ ലോണ്. ഒരു റെഡ് കളർ സ്വിഫ്റ്റ് നോക്കാം. ഇവിടെ 4 പീസാണ് റെഡ് ഉള്ളത്. ഇത് മോഡൽ എങ്ങനെ വരുന്നത്? 2018 ഡീസൽ വണ്ടി. ഓക്കെ, 2018 ഡീസലാണ്. ഏതാ ഓപ്ഷൻ? VDI അല്ലേ? VDI സിംഗിൾ ഓണർ വണ്ടി. 1,04,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല 4 ടയർ ഉണ്ട് പുത്തൻ. ഉള്ളില് നല്ല ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി. എത്രയാണ് ചോദ്യം? ഇത് 6 ലക്ഷമാണ് ചോദ്യം. 5.90 കൊടുക്കാം. 6 ചോദിക്കുന്നുണ്ട്, 5.90 കൊടുക്കൂല്ലേ? മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാം? 50,000 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ആക്കി കൊടുക്കാം. ഓക്കെ, വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളും. ഇവിടെ ഒരു നിസാൻ മൈക്ര നമുക്ക് പരിചയപ്പെടാം. ഇത് ഓട്ടോമാറ്റിക് മാനുവലാ വണ്ടി? ഓട്ടോമാറ്റിക് ആണ്. CVT കാറാണ് തന്നെ. ഓക്കെ, എല്ലാവരും അന്വേഷണം നടക്കുന്നതാണ് CVT കാറ്. അതിന്റെ പ്രത്യേകത എന്താണ് CVT കാറിന്റെ? അതാണ് ശരിക്കും ഓട്ടോമാറ്റിക് അതായത് വണ്ടി റിവേഴ്സ് ഇറങ്ങില്ല. അത് കാറ്റത്ത് നിന്ന് റിവേഴ്സ് പോകില്ല. ഓക്കെ, മറ്റേതല്ല AGS അങ്ങനെ ആൾക്കാർ അന്വേഷണം നടക്കുന്ന ഇതാണ് CVT ഓട്ടോമാറ്റിക്. ഓക്കെ, ഇത് മോഡൽ എത്ര? 2018 മോഡൽ. 18 മോഡൽ വരുന്നല്ല. സെക്കൻഡ് ഓണറിലാണ് നമുക്ക്. സെക്കൻഡ് ഓണറാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 40,000. 40 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, ഒരു റീപ്ലേസ് ഇല്ല. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കട്ടുള്ള ടയർ ഉണ്ട്. വണ്ടി കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടല്ലേ? അതെ. എത്ര ഇത് ആസ്ക്? 5,40,000. 5.40 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ അല്ലേ? മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം? ഒരു 60,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലേ? വീണ്ടും ഒരു റെഡ് കളർ സ്വിഫ്റ്റ് നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? 2019 മോഡൽ. പെട്രോൾ വണ്ടിയാണ്. VXI. 80,000 കിലോമീറ്റർ. 80,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ, ഇത് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഓക്കെ, മേജർ തട്ടുമുട്ടൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. എന്താ ചേലല്ല ഈ റെഡ് കളർ? എന്തോ ഒരു ചേലാണ്. എത്ര നിങ്ങൾ ആസ്ക്? നമ്മള് 5.5 ലക്ഷം രൂപ. 5.5 ചോദിക്കുന്നുണ്ട്. 2019 മോഡല് VXI ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് ഇതില്. വില നെഗോഷ്യബിൾ അല്ലേ? മാക്സിമം പൊട്ടിച്ചു കൊടുക്കും. എത്ര പൈസ ഇറക്കാം? 50,000 ഉണ്ടായാൽ മതി. മാക്സിമം 50 ഉറുപ്പ് ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. ഇവിടെ ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ആൾട്ടോ 800 നോക്കാം. ഗ്രേ കളർ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇത് മോഡൽ എത്രയായിരുന്നു യാസിർ ഭായ്? 2016 മോഡൽ. 2016 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് LXI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും അല്ലേ? ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? മാക്സിമം 79 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 4 കട്ടുള്ള ടയർ ഉണ്ട് അല്ലേ? ഓക്കെ, ഉള്ളും പുറത്തും നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇത് എത്ര ക്ലാസ്? ഇത് 2.45. 2.45 ചോദിക്കുന്നുണ്ട്. 2016 മോഡലാണ്. ഇത് മാക്സിമം 10-50 ഉണ്ടെങ്കിൽ ഇറക്കല. അത്ര വേണ്ടേ? മതി. ഒരു 50 ഉള്ളിൽ 50 ഉള്ളിൽ മതി അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സ്വിഫ്റ്റ് റെഡ് കളർ. ഇതെങ്ങനെയാണ് മോഡൽ? 2023 മോഡൽ. 23 ഓപ്ഷൻ വരുന്ന VXI ആണ്. VXI സിംഗിൾ ഓണർ വണ്ടി. 30,000 ഓട്ടോ. ആകെ 30 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഒരു 7.35 ചോദിക്കാം. 7.25 കൊടുക്കാം. 7.35 ചോദിക്കുന്നുണ്ട്. 7.25 കൊടുക്കും അല്ലേ? മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം? 50,000 ഒന്നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂല. ഓക്കെ, ഇതൊക്കെ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടി? മൈലേജ് ഒരു 20ന്റെ അടുത്ത് കിട്ടും. 20ന്റെ അടുത്ത് കിട്ടുമല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സ്പെഷ്യൽ വണ്ടി അല്ല? 2019 ഏറ്റവും ഫുള്ളോട് ഡീസൽ. ഓക്കെ, ഇത് എത്ര? ഒരു 25 ഒക്കെ മൈലേജ് കിട്ടും? 25-28 ഒക്കെ കിട്ടുന്നവരുണ്ട്. ലോങ് ഡ്രൈവ് ആണെങ്കിലും പിന്നെ 20 അബോ 20ന്റെ മേലെ എന്തായാലും മൈലേജ്. ഓക്കെ, അല്ല മാക്സിമം 25 എന്തായാലും കിട്ടും. ഓക്കെ, ഇത് ഓട്ടോ നിങ്ങൾ പറഞ്ഞിക്കണം എത്രയാണ്? 89 ഓടിയിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 4 ടയറും പുതിയതാണ്. 4 പുതിയ ടയർ, പിന്നെ നല്ല ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ട് നമുക്ക് 7.90 ഓഫർ പ്രൈസിന് എടുക്കാം. 7.90 കൊടുക്കാം. 2019 ഡീസൽ വണ്ടി. നിസാൻ മാഗ്നറ്റ് നമുക്ക് നോക്കാം. നിസാൻ മാഗ്നറ്റ് ഇവിടെ 2 പീസ് ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് മോഡൽ? ഇത് 2024 25 രജിസ്ട്രേഷൻ. ഓക്കെ, 25 രജിസ്റ്റർ ആണ്.
എത്ര കറക്റ്റ് പറയണ ഒരു 4 മാസമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട്. 4 മാസം ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. രജിസ്ട്രേഷൻ വരുന്നത് പിന്നെ 2025 ഫസ്റ്റിലാണ്. ഫസ്റ്റ് ജനുവരി. 4000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക്. വെറും 4000 കിലോമീറ്റർ 4000 കിലോമീറ്റർ തന്നെ. ഓണർഷിപ്പ് മാറിയിട്ടില്ലല്ലോ. ഓക്കെ, സിംഗിൾ ഓണർ. എങ്ങനെയാണ് ഇത് ചോദ്യം? നമ്മള് ഇവിടെ ചോദിക്കുന്നത് 820 820 ചോദ്യം. വില നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഇത് പുത്തന് ഇപ്പൊ ഓൺ റോഡ് എത്ര വരുന്നുണ്ട്? 10 ലക്ഷത്തിന്റെ പുറത്ത്. 10 പുറത്ത് വരുന്നുണ്ട്. 2 ലക്ഷം രൂപ പൊട്ടിച്ചിട്ടാണ് ഇത് നിങ്ങൾക്ക് തരാം. ആകെ 4000 കിലോമീറ്ററിനാണ് ഈ 2 ലക്ഷം പൊട്ടിച്ച് തരുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഫ്രോങ്സ് നമുക്ക് പരിചയപ്പെടാം. ഇത് എങ്ങനെയാണ് മോഡല്? 2023 വണ്ടി. 2023 മോഡൽ. ഓക്കെ, ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ ആണ്, മാനുവൽ ആണ്. ഇത് ഫുൾ ഓപ്ഷനാ? അതിന്റെ താഴത്ത് ഇത് മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ. എന്നാലും അലവില് കാര്യങ്ങളെല്ലാം വരും. അത്യാവശ്യം അലോയില് ഇത് കമ്പനി വരുന്നതാണ്. ഓ, കമ്പനി വരും. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുള്ളത്? 18,000 കിലോമീറ്റർ. 18 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഓക്കെ, എത്ര ഈ ചോദ്യം? ഇത് 9 ലക്ഷം. 9 കൊടുക്കാം. അതില് താഴത്ത് പോവോ? കമ്മിയാക്കി കൊടുക്കാം. കസ്റ്റമർ വരട്ടെ. ഓക്കെ, മാക്സിമം ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലോ. മാക്സിമം 10-25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ WRV ആണ്. മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു പീസാണ് കേട്ടോ. ഇത് മോഡൽ എത്ര തന്നെ? 2017 മോഡൽ. 2017 ആണ്. ഓപ്ഷൻ വരുന്നത് VX. ഏറ്റവും ഫുൾ ലോഡ് ഡീസൽ, സൺറൂഫ് ഉള്ള. സൺറൂഫ് ഒക്കെ വരുന്നതാണ്. ഡീസൽ വാൻ ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 130. 130 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എത്രാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി എന്ത് പാട്? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. എത്ര കൊടുക്കാം? 765 ചോദിക്കേണ്ട. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊടിച്ചു കൊടുക്കും അല്ലെ? ഓക്കെ, എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമത്? ഇതൊരു 1 ലക്ഷം. 1 ലക്ഷം രൂപ വരും അല്ലെ? ഇവിടെ നമുക്ക് നിസാന്റെ മാഗ്നറ്റ്. ഇത് പെട്രോൾ മാനുവൽ ആണ്. 2021 മോഡൽ. എത്ര ഓടിക്കണം വണ്ടി? ഇത് 30,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ളതാണ് അല്ല? ഓണർഷിപ്പ് സിംഗിൾ ആണ്. എത്ര കൊടുക്കാം? നമുക്ക് 690. 690 കൊടുക്കാം. വില കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്കൊരു വാഗനർ നോക്കാം. ഒരു ജനപ്രിയ വണ്ടിയായ വാഗനർ. ഇത് എത്രയാണ് മോഡല്? 2020 മോഡല്. സിംഗിൾ ഓണർ. 39,000 കിലോമീറ്റർ. 39 ഓടിയിട്ടുണ്ട്. 1.2 ആണ് അല്ലെ CC വരുന്നത്? ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര ചോദ്യം? ഇത് 5,35,000. 5,35 നിങ്ങൾ ചോദിക്കുന്നത്. വില പിന്നെയും കുറച്ച്. ഓക്കെ, മാക്സിമം 10-50 ഇറക്കാൻ പറ്റുമോ? വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. തട്ടുമുട്ട് പേർക്കൊന്നും ഇല്ലല്ലോ. മെക്കാനിക്കൽ പരമായിട്ട് നല്ല കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവിടെ നല്ല വണ്ടികൾ മാത്രമാണ് ഇവര് എടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സെയിലും നടക്കുന്നുണ്ട്. അത്യാവശ്യം എന്റെ വ്ളോഗിലൊക്കെ ഇവിടെ ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് ഇവിടെ ഒരു റിഡ്സ് കാർ. ഇത് ഡീസലാ പെട്രോളാ? ഡീസൽ വാനാണ്. എത്ര മോഡലാണ് വരുന്നത്? 2015 മോഡൽ. 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്ന VDI. LDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ? ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എക്സ്ട്രാ ചെയ്തിക്കണം? ഇല്ലല്ല. എത്ര ഓടിയിട്ടുണ്ട്? 140 ഓടിയിട്ടുണ്ട്. ഇത് എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? ഇല്ലല്ലേ? ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ചോദ്യം? 290 ചോദിക്കുന്നുണ്ട്. 2015 മോഡൽ. വില കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, മാക്സിമം പൊട്ടിച്ചു തരും കേട്ടോ. ഇവിടെ വീണ്ടും നമുക്കൊരു പുതിയ ഷേപ്പിൽ വന്നിട്ടുള്ള വാഗനർ നോക്കാം. അത് കൊടുത്തിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ബലേനോ നോക്കാം. ബലേനോ എങ്ങനെയാണ്? ഇത് പെട്രോളാ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. എത്ര മോഡൽ? 2019 മോഡലാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഡെൽറ്റ അല്ല? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? എത്ര ചോദ്യം? 570 ആണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ലൊക്കേഷന് വാട്സപ്പ് വഴി ആയിട്ട് ഇവർ അയച്ചു തരും.